മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്പനി സമീപിച്ചത്. ED അന്വേഷണം തടയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. കേസിൽ നിലവിൽ SFI അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ EDയുടെ സമാന്തര അന്വേഷണം നിയമവിരുദ്ധമെന്നുമാണ് കമ്പനിയുടെ വാദം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, എന്താണ് ഈ ഹർജിയിൽ CMRL ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ? ടോം, നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട ഹർജി, അതായത് ED അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതാണ്. EDക്ക് അന്വേഷണം തുടരാമെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അങ്ങനെയായിരുന്നു. അതേസമയം തന്നെ ED അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CMRL ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ ഈ ഹർജിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും പാരലായി SFIO ഇതിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ EDക്ക് ഇതിൽ അന്വേഷണം തുടരാനുള്ള അവകാശമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഹർജി കോടതിയിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നും ഈ അതേസമയം ഹർജിയിൽ സൂചനയുണ്ട്. അതേസമയം തന്നെ ഹർജി കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് ED അന്വേഷണം തുടരാമെന്നുള്ള സാഹചര്യത്തിൽ ഇതിൽ ശശിധരൻ കർത്തെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും അതുപോലെ വീണ വിജയനും സമൻസ് അയക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ അതേ തുടർന്ന് അതിൽ PMLA വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് കണ്ടാണ് ED ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങിയതെന്നാണ് വിവരം. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന ഇടപാടുമായി ബന്ധപ്പെട്ട് ഉള്ള സാഹചര്യങ്ങൾ കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൂടി സൂചിപ്പിച്ചിട്ടാണ് ED ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എടുത്തതും അന്വേഷണം തുടരാനുള്ള നീക്കം ഉണ്ടായതും അങ്ങനെ തന്നെയാണ്. നേരത്തെയും SFIയുടെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ വിജിലൻസ് CBI അന്വേഷണം ഉൾപ്പെടെ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ വിവിധ ഹർജികൾ എത്തിയിരുന്നതാണ്. ആ സാഹചര്യത്തിലും ഈ SFIയുടെ അന്വേഷണം തുടർന്ന സാഹചര്യത്തിൽ മറ്റൊരു നിയമ സാധുത അതല്ലെങ്കിൽ മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം നടത്താനുള്ള നിയമ സാധുത തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടത് തന്നെയായിരുന്നു. ആ സമയത്തും ഹർജി എത്തിയിരുന്ന വീണ വിജയൻ അന്ന് ഹർജി ഫയൽ ചെയ്തിരുന്നു. ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് മാധ്യമപ്രവർത്തകൻ MR അജയന്റെ ഹർജിയായിരുന്നു ഹൈക്കോടതിയിൽ എത്തിയിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ EDയുടെ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആദ്യം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. സിംഗിൾ ബെഞ്ച് ഈ നടപടിക്രമങ്ങൾ തുടരട്ടെ, അതായത് ഹർജി തള്ളുന്ന സാഹചര്യം എത്തിയപ്പോൾ ആണ് ഇപ്പോൾ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് കേട്ടോ. തീർച്ചയായും ആജ്ഞ, ഒരു വശത്ത് SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്, അതിന് പുറമെയാണ് സമാന്തരമായി EDയുടെ അന്വേഷണമുള്ളത്. പക്ഷെ രണ്ട് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണോ ഈ രണ്ട് ഏജൻസികളും അന്വേഷിക്കുന്നത്? ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ രണ്ട് അന്വേഷണങ്ങളുടെയും സ്വഭാവം എങ്ങനെയാണ്? മാത്രമല്ല, നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചു, കുറ്റപത്രം SFIO കുറ്റപത്രം വരെയും ഈ കേസിൽ സമർപ്പിച്ചതാണ്, മാസപ്പടി കേസിൽ. അതിന് പിന്നാലെയാണ് EDയുടെ നീക്കങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള റെയ്ഡും മറ്റു നടപടികളും ഒക്കെ ഉണ്ടായത്. ഇതിൽ CMRL കമ്പനിക്ക് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയിലേക്ക് CMRL കമ്പനി മാസപ്പടി നൽകുന്നു എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. ഇതിൽ വീണ വിജയന് 5 ലക്ഷം രൂപയും കമ്പനിക്ക് 3 ലക്ഷം രൂപയുമായിരുന്നു മാസം നൽകിയിരുന്നത്. അത് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ 1.72 കോടിയുടെ അഴിമതി കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ അതിൽ കൂടുതൽ തുക ഈ കണക്കനുസരിച്ച് വീണയ്ക്കും അതുപോലെ എക്സാലോജിക്കിനും കമ്പനിക്കും ലഭിച്ചിട്ടുണ്ട്, CMRL നിന്നും ലഭിച്ചിട്ടുണ്ടെന്നാണ്. അതേസമയം ഇവർക്ക് IT സേവനങ്ങൾ നൽകുന്നു എന്നുള്ളത് സൂചിപ്പിച്ചായിരുന്നു ഇത്തരത്തിൽ പണം കൈപ്പറ്റിയത് എന്നാണ്. പക്ഷേ കൃത്യമായ ഒരു രേഖയും ഈ കാലയളവിൽ CMRLന് എന്ത് സേവനമാണ് എക്സാലോജിക്ക് നൽകിയത് എന്ന് വെളിവാക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനമായി. ഇത് മാത്രമല്ല, ഇതിൽ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് SFIO കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CMRL ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. SFIയുടെ അന്വേഷണം നടക്കുന്നു.
ആ സാഹചര്യത്തിലാണ് ഈ ഇ ഡിയുടെ അന്വേഷണമുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണത്തിനെതിരെയാണ്, നീക്കങ്ങൾക്കെതിരെയാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.